ഹായ് ഫ്രണ്ട്സ്, പ്രാചീന മധ്യകാല മലയാള കവിത നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവോ? വിഷമിക്കേണ്ട. പ്രാചീന മധ്യകാല മലയാള കവിതയുടെ എല്ലാ പാഠഭാഗങ്ങളുടെയും നോട്ടുകളടങ്ങിയ PDF ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അത് നിങ്ങളുടെ പഠനം എളുപ്പമാക്കാനും വളരെ മികച്ച മാർക്ക് നേടാനും സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പാഠഭാഗത്ത് നമ്മൾ നോക്കുന്നത് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കവിതയിലെ ഇശൽ ആലവും അർഷും എന്ന ഭാഗമാണ്. ഉള്ളിൽ സ്നേഹം തിങ്ങുന്ന സുഫൈറ ബദറുൽ മുനീറിനെ അതിസുന്ദരമായ മണിമഞ്ചത്തിൽ കൊണ്ടുപോയി കിടത്തി അവൾ അരികിലിരുന്ന് നെഞ്ചും പുറവും തഴുകി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മേഘം മാറി തെളിയുന്ന നക്ഷത്രം പോലെ അവൻ കണ്ണു തുറന്നു. അങ്ങനെ അവൾ തഴുകിക്കൊടുത്ത സമയത്ത് അവിടെ ഉറങ്ങുകയായിരുന്ന ബദറുൽ മുനീർ കണ്ണു തുറന്നു. അപ്പോൾ നയനസുഖം നൽകുന്ന, കണ്ണിന് സുഖം നൽകുന്ന അത്രയും സുന്ദരിയായിരുന്നു സുഫൈറ എന്നിവിടെ കാണാൻ കഴിയും. അവളുടെ മുഖം കണ്ട് അവൻ പൊൻചുണ്ട് അനക്കി ചിരിച്ചു. അപ്പോൾ ആ സുന്ദരിയെ കണ്ട് ബദറുൽ മുനീർ ചിരിച്ചു. അങ്ങനെ ചിരിച്ചപ്പോഴാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അവൻ്റെ ആലസ്യം പൂർണ്ണമായും വിട്ടുമാറിയത്. അവൻ താനിരിക്കുന്ന ഈ കട്ടിലേതാണ് എന്നാലോചിച്ചു. അരികിൽ ചേർന്നിരിക്കുന്നത് ഗോബർബാനല്ല. അവളുടെ ഗുണങ്ങളും അഴകും എന്തു പറയാനാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന സുന്ദരി ഒരുപാട് രസമുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. കരിവണ്ടിൻ്റെ ചിറകുപോലെ കറുത്ത മിനുത്ത തലമുടി കെട്ടിവെച്ച അവളുടെ മുടി അഴക് ശങ്കിനെ അധികരിക്കുന്നതാണ്. പിരിശങ്കിനെ വരെ അധികരിക്കുന്ന അത്രയും മനോഹരമായ മുടിയോട് കൂടിയവളാണ് തൻ്റെ അരികിലിരിക്കുന്നത്. കത്തുന്ന മുഖം, അതായത് ദീപം വരെ ഓടി ഒളിക്കുന്ന അത്രയും പ്രകാശമാണ് അവളുടെ മുഖത്തിന്. സുറുമക്കണ്ണ് മിഴിച്ച് അവൾ വെട്ടിച്ചു നോക്കുന്നു. അവളുടെ സുന്ദരമായ മനോഹരമായ സുറുമ എഴുതിയ കണ്ണുകളാൽ അവൾ വെട്ടിച്ചു നോക്കുകയാണ്. പവിഴത്തെ വരെ നാണിപ്പിക്കുന്ന ചുണ്ടാണ് അവൾക്കുള്ളത്. ചിരിച്ചാൽ മിന്നൽ പോലെ തിളങ്ങുന്ന അവളുടെ സുന്ദരമായിട്ടുള്ള കഴുത്തും അത്ഭുതകരമായ ചുമലും ചെപ്പ് പോലെയുള്ള മുലയും ഒഴുക്കുള്ള മാറുമെല്ലാം കണ്ട് ഇവൾ ഏത് സ്വഭാവക്കാരിയാണ് എന്നറിയാതെ അവൻ കുഴങ്ങി. അപ്പോൾ ഇത്രയും സുന്ദരമായ ശരീരത്തോടു കൂടിയ ഇവൾ എങ്ങനെയുള്ളവളാണ് എന്ന് അവൻ ചിന്തിച്ചു പോയി. അങ്ങനെ തൻ്റെ അരികിലിരിക്കുന്ന ഈ സുന്ദരി ഏതാണ്, ഇത്രയും അഴകുള്ള ഇവൾ ആരാണ് എന്നൊക്കെ ആലോചിച്ച് ആദ്യം അവളെ നോക്കി ഒന്ന് ഇരുന്ന ശേഷം പിന്നീട് ഇവൾ ആരാണ്, ഇവൾ നല്ലവൾ തന്നെയാണോ, ഏത് തരക്കാരിയാണ് ഇവൾ എന്നൊക്കെ ആലോചിച്ച് പെട്ടെന്ന് അവൻ്റെ മുഖം മങ്ങുകയാണ്. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ബദറുൽ മുനീറോട് പറയുകയാണ്, അഴകോടെ ചിരിച്ചല്ലോ ആദ്യം, പിന്നെ എന്താണ് ഒരു മുഷിപ്പ്? എന്നെ കണ്ടപ്പോൾ ആദ്യം ചിരിച്ചല്ലോ, പിന്നെ ഇപ്പോഴെന്താ ഒരു മുഷിപ്പ് എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം മുഷിപ്പാൽ വാടണ്ട, ഞാൻ എൻ്റെ കഥ പറഞ്ഞു തരാം എന്ന് അവൾ പറഞ്ഞ് അവളുടെ കഥ പറയാൻ പോവുകയാണ്. ഒട്ടേറെ വലിയ കഥയാണ് എനിക്കുള്ളത്, എൻ്റെ കഥ വലുതാണ്, അത് കേട്ടോളൂ. അവളൊരു മനുഷ്യനെ കാണാൻ വേണ്ടി തേടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ബദറുൽ മുനീറിനെ അവസാനം കണ്ടെത്തിയത്. അവളുടെ മനസ്സിലെ ദുഃഖം അതുമാത്രമാണ്. അവൾ പേടിക്കേണ്ടതായിട്ട് സഹോദരനും പിതാവുമുണ്ട്. സഹോദരനെയും പിതാവിനെയും അവൾക്ക് പേടിയാണ്. ജിന്നുകൾക്കെല്ലാം മേന്മയുറ്റ രാജാവാണ് അവളുടെ പിതാവ്. അപ്പോൾ ഇങ്ങനെ തൻ്റെ അരികിലിരിക്കുന്ന സുന്ദരി ആരാണ് എന്ന രീതിയിൽ പരിഭ്രമിച്ച് സംശയിച്ച് മുഷിഞ്ഞ് നോക്കുന്ന ബദറുൽ മുനീറിനോട് മുഷിപ്പാൽ വാടണ്ട, ഞാൻ എൻ്റെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവളുടെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കി പഠിച്ച് നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് എല്ലാവർക്കും A+ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇന്നോ ബിഗിനിങ് വീണ്ടും വരും.